മൾട്ടി കാസ്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ് ഒരു സംഭവം വരുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to many ആണ്. അതായത് ഒരു ഡിവൈസ് മൾട്ടിപ്പിൾ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് മൾട്ടി കാസ്റ്റ്. അപ്പോൾ ഈ ഒരു മൾട്ടി കാസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പാണ്, എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ഡിവൈസസ് അല്ലെങ്കിൽ ഒരു മൾട്ടി കാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതിന് ആ സ്പെസിഫിക് ഗ്രൂപ്പിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കുള്ള എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ഗ്രൂപ്പ് ഓഫ് ഡിവൈസുകളിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരാൾ മൾട്ടിപ്പിൾ ഡിവൈസിലോട്ട് സെൻഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ തവണ ഡേറ്റ സെൻഡ് ചെയ്താൽ മതി, ഈ ഒരു ഗ്രൂപ്പിലോട്ട് അങ്ങ് സെൻഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഇമെയിലൊക്കെ ഒരു ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് നമ്മളൊരു ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് എല്ലാവർക്കും കിട്ടുമല്ലോ. അതേസമയം നമ്മൾ ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ അതേ മെസ്സേജ് പലതവണ ഓരോരുത്തർക്കായിട്ട് അയക്കേണ്ടി വരത്തില്ലേ, അത് ടൈം എടുക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അയക്കണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മെസ്സേജുകൾ നമ്മളിങ്ങനെ എന്ന് വെച്ചാൽ സെയിം മെസ്സേജ് തന്നെ നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതേസമയം ഗ്രൂപ്പിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കെല്ലാം ആ മെസ്സേജ് കിട്ടും. സോ അതാണ് യൂണികാസ്റ്റ് 1 to 1 മെസ്സേജും ഈ മൾട്ടികാസ്റ്റ് വരുമ്പോൾ ഒരു ഗ്രൂപ്പിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജാണ്. അപ്പോൾ ആ ടാർഗറ്റ് ഗ്രൂപ്പിലോട്ടായിരിക്കും, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ആ മെസ്സേജ് കിട്ടും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് സ്ട്രീമിംഗ് ആണ്. നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ഒരേ സമയം ആ സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ട്രീമിങ്ങിന്റെ ലൊക്കേഷനിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരേ സമയം ഡേറ്റ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ സ്ട്രീം ചെയ്തുകൊണ്ടേയിരിക്കും. ഓൺലൈൻ കോൺഫറൻസ് ആണെങ്കിലും റിയൽ ടൈം ഇപ്പോൾ സ്റ്റോക്കിന്റെയും അങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് മാത്രമായിരിക്കും അത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വരുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പം അല്ലാതെ ബാക്കിയുള്ളവരെയൊന്നും അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു കേസേ അല്ല. അപ്പോൾ അതാണ് മൾട്ടികാസ്റ്റിന്റെ പ്രത്യേകത. അപ്പോൾ ഈ മൾട്ടികാസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയുണ്ട്. അതിനെ ക്ലാസ് ഡി എന്നാണ് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഐ പിയിൽ നിന്ന് ഈ ഒരു ഐ പി വരെയാണ്. അപ്പോൾ ഇത് വലിയൊരു റേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. ഈ റേഞ്ചിൻ്റെ അകത്ത് നമ്മൾ സാധാരണ നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിൽ ഇതെല്ലാം ഉപയോഗിക്കാറില്ല, ഈ കംപ്ലീറ്റ് റേഞ്ച് ഉപയോഗിക്കാറില്ല. ഇത് ബേസിക്കലി നമ്മൾ ലോക്കൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഇത്രയും ഉള്ളൊരു ഐ പി അഡ്രസ് റേഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിൽ. ഇത് അതുപോലെ തന്നെ ഗ്ലോബൽ റേഞ്ച് ഉണ്ട്, അങ്ങനെ ഈവൻ റിസർവ് ചെയ്തിട്ടുള്ള റേഞ്ചസ് ഉണ്ട്. ഇത് തന്നെ ഈ ഒരു ക്ലാസ് ഡി തന്നെ പല രീതിയിലുള്ള സ്പ്ലിറ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം മൾട്ടികാസ്റ്റ് ഐ പിയുടെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഡിവൈസസിനൊക്കെ ഈ ഒരു മൾട്ടികാസ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. മീൻസ് ആ മെസ്സേജുകൾ കിട്ടും.